അദ്ദേഹം 3-4 ദിവസം കൊണ്ട് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. എങ്ങനെയാണ് മരിച്ചു എന്നറിയാനുള്ള ദുരൂഹത അത് നീക്കുക. ഈ ജനങ്ങളുടെ ദുരൂഹത മാറ്റി ഇതിന് വ്യക്തമായ ഒരു അന്വേഷണം ആവശ്യമാണ്. കളക്ടറുടെ ഉത്തരവോടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു എതിർപ്പുമില്ല. പുറത്തുനിന്ന് വന്ന ആൾക്കാർ ഇവിടെ വന്ന് പച്ചയ്ക്ക് വർഗീയതയും പറഞ്ഞ് കുളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്റെ പ്രാണനെ ഹത്യ ചെയ്തിട്ട് അങ്ങനെ അതും മുസ്ലിങ്ങളുടെ പിരടിയിലായി. നിങ്ങളുടെ അച്ഛൻ്റെ സമാധി പൊളിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് എന്ത് ലഭിക്കാനാണ്? അതല്ലെങ്കിലും ആരുടെയെങ്കിലും സമാധി നോക്കി നടക്കുകയാണോ മുസ്ലിങ്ങൾ? ഇവരുടെ തന്നെ അടുത്ത ബന്ധു നൽകിയ പരാതിയുടെ പുറത്താണ് ഇത് അന്വേഷണത്തിലേക്കെത്തിയതും. കല്ലറ പൊളിച്ച് ഗോപൻ സ്വാമി മരിച്ചത് എങ്ങനെയാണെന്നുള്ളതിനുള്ള ദുരൂഹത നീക്കുവാനും ഗവൺമെൻറ് തീരുമാനിച്ചത്. അതിൽ നാട്ടുകാരും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നൽകിയത്. കാരണം ആരും തന്നെ ഗോപൻ സ്വാമി മരിച്ചത് അറിഞ്ഞില്ല എന്നതാണ് അവരുടെ ആശങ്ക. ഒരു ദിവസം മക്കൾ വന്ന് ഒരു പോസ്റ്റ് സ്ഥാപിക്കുകയും അച്ഛൻ സമാധിയായി എന്ന് പറയുകയുമാണ് ചെയ്തത്. മാസങ്ങളായി അസുഖബാധിതനായി ഇരിക്കുന്ന ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്കും പലതരത്തിലുള്ള ദുരൂഹതകൾ ഉയർന്നു. തൻ്റെ സമാധി ആരെയും കാണിക്കരുതെന്നുള്ള അച്ഛൻ്റെ വാക്കുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്നാണ് മക്കൾ പറയുന്നതെങ്കിലും അടുത്ത ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ള കാര്യത്തിലേക്കെത്തിയത്. പക്ഷേ ഗോപൻ സ്വാമിയുടെ മക്കൾ പറയുന്നത് ഇങ്ങനെയാണ്: മുസ്ലിങ്ങളാണ് ഈ സമാധി പൊളിക്കുവാനുള്ള ചരട് വലിക്കുന്നതെന്നും അവരാണ് ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗോപൻ സ്വാമിയുടെ മക്കളിലെ ഒരാൾ വർഗീയ വിഷം ചീറ്റുകയാണ് ചെയ്തത്. അല്ല പിന്നെ മുസ്ലിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ സമാധി നോക്കി നടക്കുകയല്ലേ പണി? ഇവരുടെ അച്ഛൻ്റെ സമാധിയിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞത് അടുത്ത ബന്ധുക്കളും നാട്ടുകാരും തന്നെയാണ്. പിന്നെ അത് മുസ്ലിങ്ങളുടെ തലയിൽ എന്തിനു വേണ്ടിയാണ് ഇവർ വെച്ചുകെട്ടുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ വർഗീയത ഉണ്ടാക്കി ഈ കാര്യത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. എന്നാലും സമാധി ഇന്നലെ പൊളിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ച് മരണകാരണം എന്താണെന്ന് അറിയുന്നത് വരെ തന്നെ തീരുമാനങ്ങളിൽ നിന്ന് മാറ്റമില്ല എന്നാണ് സബ് കളക്ടർ അറിയിച്ചത്. നാളെ കല്ലറ പൊളിക്കുന്ന ദിവസത്തെക്കുറിച്ചുള്ള വ്യക്തമായ തീരുമാനത്തെക്കുറിച്ച് വാർത്താ മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് സബ് കളക്ടർ പറഞ്ഞത്. ഇന്ന് ചെയ്യാന്നുള്ളായിരുന്നു ആദ്യത്തെ തീരുമാനം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് നിങ്ങളവിടെ കണ്ടതുപോലെ തിരിഞ്ഞ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന നമ്മളിപ്പം അത് ഫർദർ ഇതിലേക്ക് പോകേണ്ട. നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു സ്ഥലത്ത് ഒരു ലോങ് ടൈം പീസും ഹാർമണിയും കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ അവരുടെ ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. അപ്പം അതിൻ്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ തൽക്കാലം അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിലൊരു തീരുമാനം. അത് നോട്ടീസ് നൽകേണ്ട ഒരു ഇതില്ല. നമ്മളൊരു ഉത്തരവിൻ്റെ ഒരു കോപ്പി ഇപ്പം നമ്മളത് അഡ്വക്കേറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവരത് ലീഗലി ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അവർ വ്യക്തമാക്കേണ്ട ആവശ്യമാണ്. പക്ഷേ നമ്മൾ നിയമപ്രകാരമുള്ള പ്രൊസീജിയർ ബേസ് ചെയ്തിട്ട് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിസിലും ബാക്കി എൻക്വയറിയുടെ ബേസിസിലുമാണ് നമ്മൾ എക്സ്ഹ്യൂമേഷനുള്ളൊരു ഉത്തരവ് കൊടുക്കുന്നതും. അതിനുശേഷം ഒരു വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഇതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലീഗൽ ഗ്രൗണ്ട്. അപ്പോൾ ഇതിൽ അടുത്ത നടപടിക്രമം നമ്മൾ നാളെ രാവിലെ നമുക്ക് കുറച്ച് റിപ്പോർട്ടും കൂടെ കിട്ടാനുണ്ട്. നമ്മളൊന്നും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോലീസിനെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൺസൾട്ട് ചെയ്തിട്ട് ബാക്കി ആ ഒരു സ്ഥലത്തെ ഇപ്പം നിലവിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. അത് നാളെ രാവിലെ നമ്മൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും.